ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ ദുരന്തമായി മാറിയ ഒരു സീസണാണ് ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. സൂപ്പർ കപ്പിലും കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയായിരുന്നു. മോഹൻ ബഗാന്റെ രണ്ടാം നിര ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് അഴിച്ചുപണി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പല പ്രധാനപ്പെട്ട താരങ്ങൾക്കും ക്ലബിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിക് ചാറ്റർജി വലിയ ഒരു അഴിച്ചുപണിക്കുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് നൽകിയിട്ടുണ്ട്. അതായത് ആദ്യം പുറത്തേക്ക് പോകുന്ന ആൾ അത് മറ്റാരുമല്ല, പ്രതിരോധ നിരയിലെ താരമായ മിലോസ് ഡ്രിൻസിച്ച് ആണ്. ഡ്രിൻസിച്ച് പുറത്തേക്ക് പോകും എന്നുള്ളത് നേരത്തെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഡ്രിൻസിച്ചിന്റെ കോൺട്രാക്റ്റ് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. വരുന്ന 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും പുതിയ ഒരു സെന്റർ ബാക്കിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഒരു മികച്ച സെന്റർ ബാക്കിനെ തന്നെ ക്ലബ്ബ് കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല ഇന്ത്യൻ പ്രതിരോധ നിര താരമായ ഹോർമിയെ ഒഴിവാക്കാൻ ക്ലബ്ബ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ നിരയിൽ കാര്യമായ ഒരു മാറ്റങ്ങൾ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.